ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പാലക്കാട് മണ്ഡലത്തിൽ വി.കെ. ശ്രീകണ്ഠൻ മികച്ച വിജയം നേടുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PMA ജലീൽ പറഞ്ഞു. N4 ന്യൂസിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കേരളത്തിലെ ഇടതു സർക്കാരിനോടുള്ള വെറുപ്പും UDFന് അനുകൂലമായി മാറുമെന്നും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആലപ്പുഴയും ഇക്കുറി UDFന് അനുകൂലമായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം. മതേതര ശക്തികൾ കരുത്താർജിച്ച കേരളത്തിൽ വർഗീയത വിലപ്പോകില്ലെന്നും PMA ജലീൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസമുള്ളൂ. ഈ സമയത്ത് UDFന്റെ വിജയസാധ്യത എങ്ങനെയാണ്? ഈ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വിജയിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ശ്രീ V.K. ശ്രീകണ്ഠൻ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്തതാണ്. അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ V.K. ശ്രീകണ്ഠൻ ഒരു സ്ഥാനാർത്ഥി മാത്രമായി. ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ എന്ന് പറയുമ്പോൾ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും അദ്ദേഹം സ്പർശിച്ചിട്ടുണ്ട്. അത് വിദ്യാലയങ്ങളാണെങ്കിലും സർക്കാർ ആശുപത്രികളാണെങ്കിലും മറ്റു വിവിധ മേഖലകളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സ്പർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഒരാൾക്കും ശ്രീ V.K. ശ്രീകണ്ഠനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്ന പല അംഗങ്ങളായ വോട്ടർമാരാണ് നിലവിലുള്ളത്. അദ്ദേഹത്തെ തിരിച്ചും അറിയുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം 100% ഉറപ്പാണ്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. കാരണം 19 MP മാരുണ്ടായി. ഇപ്രാവശ്യം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇത്തവണ യഥാർത്ഥത്തിൽ ആലപ്പുഴയും പിടിക്കും എന്നതാണ്. കഴിഞ്ഞ ടൈമിൽ 19 ഒരെണ്ണം മിസ്സിങ് വന്നത് ആലപ്പുഴ മാത്രമാണ്. ഇത്തവണ ആ തെരഞ്ഞെടുപ്പിൻ്റെ രംഗം എന്ന് പറയുന്നത് ആലപ്പുഴയും പിടിക്കുമെന്നുള്ളതാണ്. കാരണം ആ ഒരു സീറ്റ് കൂടി പിടിച്ചുകൊണ്ട് 20-20 UDF ജയിക്കുന്ന ഒരു ട്രെൻഡിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് മണ്ഡലമാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ നടക്കുന്ന സർവേകളും കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങൾ തീർത്തും പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ സർവേയും UDF എല്ലാ ഭാഗങ്ങളിലും ജയിക്കണം എന്നൊരു താല്പര്യമാണുള്ളത്. അതിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോടുള്ള കടുത്ത എതിർപ്പ്, അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനോടുള്ള കടുത്ത വിയോജിപ്പ്. ഈ 2 കാരണങ്ങൾ കൊണ്ടും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ, പ്രബുദ്ധരായ വോട്ടർമാർ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. സപ്ലൈകോ ഈച്ച പോലും കയറാത്ത ഇടമായി മാറിയെന്നും വിവിധ നികുതി ഭാരങ്ങൾ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് MP എന്ന നിലയിൽ ശ്രീകണ്ഠന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. മോദി സർക്കാർ അല്ലെങ്കിൽ മോദി ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊരാരോപണമുണ്ട്. ഒപ്പം തന്നെ UDF ന്യൂനപക്ഷ വർഗീയതയും താലോലിക്കുന്നു എന്നുള്ളൊരഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ജനങ്ങൾക്കിടയിൽ എന്നത് പിൻവലിക്കണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. ജനങ്ങൾക്കിടയിലല്ല, അത് എതിരാളികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ട്. മോദി സർക്കാർ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് പല കാരണങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മണിപ്പൂരിൽ നടന്നത് കൃത്യമായി എല്ലാ കാര്യവും നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ഒരാളോടും പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളുള്ള വിരോധം, CAA പോലുള്ള നിയമങ്ങൾ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്നത് ഈ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് വീണ്ടും 3ാം തവണ അധികാരത്തിൽ വരാൻ സാധിക്കുമോ എന്നൊരു പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തീർത്തും അത് പരാജയപ്പെടുമെന്ന കാര്യത്തിൽ അത് സംശയമില്ല. ഈ ലീഗ് മത്സരിക്കുന്ന സീറ്റിൽ ലീഗിൻ്റെ സംസ്ഥാന നേതാവായിരുന്ന ആളെന്നെ പൊന്നാനിയിൽ മറ്റൊരു പാർട്ടിയിൽ മത്സരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് ശ്രീ പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ഈ ഇടതുപക്ഷം ഇത്രമാത്രം അധപ്പതനം
ഉണ്ടാവാൻ പാടില്ലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചോളം ലീഗ് ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ നടന്ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക എന്നൊരു അധപ്പതനത്തിലേക്കാണ് CPM മാറിയിരിക്കുന്നത്. പൊന്നാനിയിൽ ശ്രീ അബ്ദുൽ സമദ് സമദാനി പൊന്നാനി മണ്ഡലം കണ്ട ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഈ UDF ഉൾപ്പെടുന്ന കേരളത്തിലെ UDF ഉൾപ്പെടുന്ന കക്ഷികൾ ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയുണ്ട്. ആ മുന്നണി സംവിധാനം എന്തുകൊണ്ട് കേരളത്തിൽ പ്രാബല്യത്തിൽ വരുന്നില്ല? അങ്ങനെയായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷവും മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരില്ലല്ലോ. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ CPM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കണം. CPM ആകെ മത്സരിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിലെ ഒരു MP, അങ്ങനെ ആകെ ഇന്ത്യയുടെ പാർലമെൻറ്റ് 3 MP മാത്രമാണ് അവർക്ക് നിലവിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും CPM കേരളത്തിന് ഈ മത്സര രംഗത്ത് നിന്ന് തന്നെ പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും BJPക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഒരു ചേരിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോഴും അതിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ന സംസ്ഥാനങ്ങളിൽ അലയൻസ് ഉണ്ടാവില്ല എന്ന കാര്യം കൃത്യമായി അതിൻ്റെ നേതാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്.